പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട് ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണ് ഈ സാധനം കൊണ്ടുവന്നത്. ലോകത്തിന്റെ ആദ്യം മുതലുള്ള കാലം സാധനങ്ങൾ ആണാ ഈ സിനിമാക്കാരാണ് കൊടുക്കുന്നതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വാദം ചോദിക്കണവരോട് ഈ പറയുന്ന ആൾക്കാരോട് മനസ്സിലായ ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൊണ്ടുവന്നല്ല, സിനിമാക്കാരും കൊണ്ടുവന്നല്ല. നിങ്ങൾക്ക് സത്യമാണോ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കുറ്റവാളിമാരും ഈ കുറ്റം ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നേ പറഞ്ഞില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ എന്തിനു പറയുന്നു? പക്ഷേ എന്തിനു പറയുന്നു? നിങ്ങൾ അതെങ്ങനെ എല്ലാ മീഡിയ അതെങ്ങനെ പകർത്തിയിടുന്നു? വാർത്തകൾ വേണ്ട എന്നൊന്നും ഷൈൻ പറയുന്നത് സാർ അല്ല, എന്താണ് അവിടെ പൊള്ളല് സാർ? ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളൽ എന്ന് പറഞ്ഞിട്ടില്ലേ സാർ? അതാണ് ഇവിടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കൊക്കൈൻ കേസിൽ അതിലെ പ്രതികളെല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെട്ടു. അതിൽ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇതിലെന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് വലിയ മുൻപരിചയം ഇല്ലായിരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പോലീസിന് ഒരു വീഴ്ച പറ്റിയതായിട്ട് പറയുന്നു. എന്തായാലും കോടതി തന്നെ പോലീസിൻ്റെ ഈ വീഴ്ചയെ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടുകളും അതിൽ വിമർശനവും നമ്മൾ പുറത്തു വന്നതും വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട്.